വിദേശ വനിതയെ വനത്തിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലാണ് സംഭവം. അമേരിക്കൻ പാസ്പോർട്ടും തമിഴ്നാട് അഡ്രസ്സുമുള്ള ആധാർ കാർഡും കണ്ടെത്തി. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, എന്താണ് സംഭവം? എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി? സിന്ധുദുർഗിലെ സിനുരുളി എന്നുള്ള ഒരു വനപ്രദേശം, ഒരു ഗ്രാമം, അവിടെയുള്ള കാലിമേക്കാൻ പോയ ആളുകളാണ് വനത്തിനുള്ളിൽ ഒരു സ്ത്രീയെ ഒരു മരത്തോട് ചേർന്ന് ഇങ്ങനെ കെട്ടിയിട്ട നിലയിൽ കണ്ടത്. അവരുടെ ഒരു കാഴ്ചയിൽ തന്നെ അവർ ദിവസങ്ങളായി അവിടെ ഇങ്ങനെ കെട്ടിയിടപ്പെട്ടിരിക്കാം എന്ന് തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ അവർ അവശയായിട്ടുണ്ട്. 50-ന് മേൽ പ്രായമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിനെ ഈ ഗ്രാമീണർ തന്നെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യം സാവന്ത്വാടി ആശുപത്രിയിലേക്ക് മാറ്റി, ഇപ്പോൾ ഗോവയിലേക്കും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, മാത്രമല്ല ചില മാനസിക ബുദ്ധിമുട്ടുകൾ അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഡോക്ടർമാർ നൽകിയ ഒരു പേപ്പറിൽ അവർ ചില കാര്യങ്ങളൊക്കെ എഴുതി നൽകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്നാൽ പോലും അവർ എഴുതിയിട്ടുള്ളത് പ്രകാരം ഏതാണ്ട് 40 ദിവസത്തോളമായി ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ താനിങ്ങനെ കഴിയപ്പെട്ടു എന്നതാണ്. മാത്രമല്ല തന്റെ ഭർത്താവ് തന്നെ വനത്തിൽ കൊണ്ടുപോയി മരത്തിനോട് ചേർന്ന് കെട്ടിയിട്ടതാണ് എന്നും എഴുതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല സൈക്കാട്രിക് പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്നും ഈ പേപ്പറിൽ എഴുതിയ കാര്യങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നു. പക്ഷേ ഇവർ പറയുന്നതൊക്കെ നേരാണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇനിയും പരിശോധനകൾ വേണ്ടിവരും. ഏതായാലും ഒരു പാസ്പോർട്ട്, അമേരിക്കൻ പാസ്പോർട്ടും അത് എക്സ്പയർഡ് ആയതാണ്, ഒരു പാസ്പോർട്ടും ഒപ്പം തന്നെ ആധാർ കാർഡും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ആധാർ കാർഡിൽ തമിഴ്നാട്ടിലെ ഒരു അഡ്രസ്സാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇവരുടെ പേര് ലളിത എന്നതാണ് ആധാറിൽ കാണിക്കുന്നത്. അമേരിക്കൻ പാസ്പോർട്ടിൽ മറ്റൊരു പേരും കാണിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തമിഴ്നാട്ടിലേക്ക് കൂടി എത്തി ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദിവസങ്ങളോളം കഴിഞ്ഞതിന്റെ ഒരു അവശത ഇവരിൽ പ്രകടമായി കാണാൻ കഴിയുന്നുമുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകി.